You are the hero of your family. You financially support them at every step. You take care of their health and well-being. You protect their lives against all odds. You rely on different means and solutions to be the Raksha Karta of your family. But what if we tell you that you don't need many, but just one solution that takes care of it all and transforms you from Raksha Karta to the ultimate Raksha Karta of your family? Solutions that will empower you with the power of 3. Solutions that focus on all aspects of life: protection, health and wealth. The ultimate protection. Tata AIA Life Insurance brings to you Param Raksha Karan, that offers comprehensive solutions like Param Rakshak, that provides life cover and wealth creation, and Param Rakshak Plus, that provides life and health cover along with wealth creation. These solutions provide a host of benefits like life insurance cover, accidental death benefit, accidental total and permanent disability benefit, Criti Care Plus benefit, Hospicare benefit, personal medical case management along with return on maturity. Let's understand Param Rakshak Plus solution with an example. Say you are of age 40. You take this solution for a term of 40 years and choose a premium payment term of 10 years with a basic sum assured of rupees 50 lakhs. In case of accidental death during the policy term, the nominee will receive an accidental death benefit twice the basic sum assured, that is rupees 1 crore. And in case of accidental death in public transport, the death benefit is triple the basic sum assured, that is rupees 1.5 crore. In case you are diagnosed with any critical illness from amongst the 40 critical illness conditions covered, you will get Criti Care Plus sum assured as a benefit. This solution also offers hospitalization benefit on survival till the end of policy. Even if there is a claim except for accidental death benefit, you will receive a return on maturity. For this solution, you can choose to pay premiums for 5, 10 or 12 years or opt for regular pay. ഹലോ ഹായ് മന്നാൻഡി ലൈവ് എന്ന നമ്മുടെ വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറിയൊരു ഗ്യാപ്പ് എടുക്കേണ്ടി വന്നു. നിങ്ങൾക്കും എനിക്കും അറിയാം, അൺസർട്ടിനിറ്റി ഊക്ക വേൾഡാണ്, പാനിക് സിറ്റുവേഷനാണ്. ഈ സമയത്ത് ഹെൽത്ത് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് ചെയ്യുന്നവർക്കെല്ലാം ബിസി ഷെഡ്യൂളായിരിക്കും. ലോട്ട് ഓഫ് ആൾക്കാർ ഹോസ്പിറ്റലൈസ്ഡാണ്, അവർക്ക് കൊടുക്കേണ്ട സർവീസിൻ്റെ തിരക്കിലായിരുന്നു. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞു കുസൃതി ചോദ്യമാണോ എന്ന് ചോദിച്ചാൽ അതെ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഒന്ന് ആൻസർ പറയാമോ? നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഭക്ഷണം, പാർപ്പിടം, വായു, ഇതുപോലെ തന്നെ ഏറ്റവും അത്യാവശ്യമുള്ളൊരു സാധനമുണ്ട്. അത് വാങ്ങാനും മേടിക്കാനും ഉപയോഗിക്കാനും ഏറ്റവും നമുക്ക് കഴിയുന്ന എലിജിബിലിറ്റി ഉള്ള സമയത്ത് നമുക്ക് ആർക്കും അത് വാങ്ങാനോ വാങ്ങി വയ്ക്കാനോ ഒട്ടും ഇഷ്ടമില്ല. ഇനി അതിൻ്റെ ഒരു ആവശ്യം വന്നു കഴിയുമ്പോൾ നമ്മൾ അത് വാങ്ങാൻ നടന്നാൽ കിട്ടത്തുമില്ല. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് എനിക്ക് കരുതുന്നു. നമ്മുടെ എല്ലാം ബേസിക് പ്രൊട്ടക്ഷനാണ്. നമ്മുടെ വണ്ടിയുടെ ആവാം, വാഹനത്തിൻ്റെ. ഇപ്പോൾ നാച്ചുറൽ കലാമിറ്റീസ് ഏറിയിരിക്കുന്ന ഈ സമയത്ത് ഫ്ലഡ് വന്നിട്ടോ അല്ലാതെ എങ്ങനെയെങ്കിലും നമ്മുടെ വീടിനോ എന്തെങ്കിലും പറ്റുമോ, കൃഷിക്ക് നാശം വരുമോ ചെയ്യുമ്പോൾ ഒരു ഇൻഷുറൻസ് എടുത്ത് വെക്കാമായിരുന്നു. പറ്റിയില്ല. നല്ലൊരു വണ്ടി മേടിച്ചു. വണ്ടിക്ക് ആസ് പെർ റൂൾ വിത്തൗട്ട് ഇൻഷുറൻസ് നമുക്ക് റോഡിൽ ഇറക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വണ്ടിക്ക് എത്ര ലോൺ എടുത്ത് വാങ്ങിയതാണേലും ഇൻഷുറൻസ് എടുക്കും. പക്ഷേ ആ വണ്ടി ഓടിക്കുന്ന ആൾക്ക് ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഇല്ല. ഇനി നമ്മുടെ വീട്ടിലെ ഏറ്റവും വില കൂടിയ എന്തെങ്കിലുമൊക്കെ ഹൗസ് ഹോൾഡ് തിങ്സ് വാങ്ങിച്ചാലും അയ്യോ ഇടിവെട്ടിപ്പോയി, അല്ലെങ്കിൽ അത് അങ്ങനെ സംഭവിച്ചു പോയി, ഇങ്ങനെ സംഭവിച്ചു പോയി, ഒരു ഇൻഷുറൻസ് എടുക്കാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഹെൽത്ത് റിലേറ്റഡ് ആയാലും എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ ഇൽനെസ് ഡയഗ്നോസ് ചെയ്ത് ഹോസ്പിറ്റലൈസേഷൻ വരിക, അല്ലെങ്കിൽ വണ്ടി ആക്സിഡൻറ്റ് പറ്റി കയ്യോ കാലോ അടിഞ്ഞ് ഹോസ്പിറ്റൽ ബില്ല് പേ ചെയ്യാൻ നേരത്താണ് നമ്മൾ ഒരു ഇൻഷുറൻസ് എടുത്ത് വെക്കാമായിരുന്നു. ഈ ചിന്ത വന്നിട്ടൊരു കാര്യമില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ബേസിക്, ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് ഒരുവിധം എന്നെ അറിയുന്നവർക്ക് അറിയാം. മോളി ജോയി. ഞാൻ സിൻസ് ദ ലാസ്റ്റ് 17 ഇയേഴ്സ് ടാറ്റ എയോട് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ടാറ്റ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാനായിട്ടൊന്നും പറഞ്ഞു തരേണ്ട. ടാറ്റ മീൻസ് ട്രസ്റ്റ് വർത്തിയാണ്, ട്രസ്റ്റാണ്. അതേ ട്രസ്റ്റും സർവീസും നിങ്ങൾക്ക് എന്നിൽ നിന്നും പ്രതീക്ഷിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് 17 ഇയേഴ്സായിട്ട് ഇതിൽ വർക്ക് ചെയ്യുന്നത്. അറ്റ് പ്രസൻറ്റ് ഞാൻ വർക്ക് ചെയ്യുന്നത് എക്സിക്യൂട്ടീവ് ലൈഫ് പ്ലാനറായിട്ടാണ്. അപ്പം നിങ്ങളോട്
ഏറ്റവും സന്തോഷത്തോടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എല്ലാവർക്കും എല്ലാം ഉള്ളതൊന്നും ഞാൻ പറയാൻ വരാറില്ല. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പ്ലാൻ, അത് ഞങ്ങൾക്ക് മാത്രം സ്വന്തമാണ്. ആ പ്രൗഡ്നെസ്സിനോടുകൂടി പറയുന്നു. അപ്പോൾ അതിനു മുമ്പായിട്ട് ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് അറിവില്ലാത്തവരുടെ അറിവിലേക്ക്, അറിയുന്നവർ എന്നോട് ക്ഷമിക്കുക. വാട്ട് ഈസ് ടേം പ്ലാൻ? എന്താണ് ടേം ഇൻഷുറൻസ്? നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇൻഷുറൻസ് എടുക്കാത്തവരായിട്ട് എന്നെ ആരും കേൾക്കുന്നില്ല. എന്തെങ്കിലും ഒന്നുമില്ലെങ്കിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ്, മെഡിക്ലെയിം എങ്കിലും നിങ്ങൾ എടുത്തിട്ടുണ്ടാവും. വണ്ടിക്ക് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാവും, വീടിന് എടുത്തിട്ടുണ്ടാവും, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് എടുത്തു കാണും. ഇങ്ങനെ പല സ്ഥലത്തും പലരും പറഞ്ഞ് നിർബന്ധിച്ച് അവരുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ടാവും. ഇതൊന്നുമല്ല ഞാൻ പറയുന്നത്. ടേം പ്ലാൻ, വാട്ട് ഈസ് ടേം പ്ലാൻ എന്നുള്ളതാണ്. ടേം പ്ലാൻ എന്ന് പറയുമ്പം ആദ്യകാലങ്ങളിൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിക്ക് മാത്രമായിട്ട് അന്നേ അതേ ഉണ്ടായിരുന്നുള്ളൂ. മരണച്ചിട്ടി എന്ന് മലയാളികൾ സിമ്പിളായിട്ട് പറയും. എന്ന് വെച്ചാൽ കുടുംബനാഥൻ മരിച്ചാൽ വീട്ടിലൊരു എമൗണ്ട് കിട്ടും, മരിച്ചില്ലെങ്കിൽ നമ്മൾ അടച്ച പൈസ മുഴുവൻ പോകും. ലൈക്ക് ഹെൽത്ത് ഇൻഷുറൻസിന് പ്രീമിയം അടയ്ക്കുന്ന പോലെ. ഇതായിരുന്നു പണ്ടത്തെ ടേം പ്ലാൻ, മരണച്ചിട്ടി എന്ന് മലയാളത്തിൽ പറയുന്നത്. ആ പ്ലാൻ എടുക്കാൻ ഒരു കുടുംബത്തിലും ആർക്കും താല്പര്യമില്ല. എൻ്റെ മകൻ മരിച്ചിട്ട് എന്തിനു പൈസ, എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് എന്തിനു പൈസ, ഇതായിരുന്നു ക്വസ്റ്റ്യൻ. സോ ആ ടേം പ്ലാനിനെ നമ്മുടെ കൊറോണ കാലത്ത് ഏറ്റവും നന്നായിട്ട് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ടോട്ടൽ സൊല്യൂഷൻ ഫോർ ഓൾ, അതാണ് ഞാൻ എൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു മനുഷ്യന് എത്ര ലക്ഷം അല്ലെങ്കിൽ എത്ര കവറേജ് വേണമെന്ന് ചോദിച്ചാൽ, ലൈഫിൻ്റെ കവറേജ് എത്ര വേണമെന്ന് ചോദിച്ചാൽ മിനിമം 15 to 20 ടൈംസ് ഓഫ് ഹിസ് ആനുവൽ ഇൻകം. ഒരാൾക്ക് 10 lakhs ആണ് ഇയർലി ഇൻകം എങ്കിൽ ഇൻറ്റു മിനിമം 15, ദാറ്റ് ഈസ് 1,50 lakhs എങ്കിലും കവറേജ് അയാൾക്ക് വേണം. എന്ന് പറഞ്ഞാൽ ബ്രെഡ് വിന്നറായ കുടുംബനാഥൻ, രക്ഷാകർത്താവാണ്, കുടുംബത്തിൻ്റെ മുഴുവൻ പരമരക്ഷ എടുക്കുന്ന അയാളാണ്. അയാൾക്ക് പ്രൊട്ടക്ഷൻ വേണം. ഇൻ കേസ് എന്തെങ്കിലും സംഭവിച്ചാൽ ഫാമിലിക്ക് അത്രയും പൈസ ഒന്നിച്ച് കിട്ടിയിട്ട് ബാങ്കിൽ ഇട്ടാൽ ആണ് അവരുടെ ആസ് യൂഷ്വൽ വീട് പോവുകയുള്ളൂ. ഇങ്ങനെ എടുക്കുന്ന പ്ലാനിനെയാണ് ടേം പ്ലാൻ എന്ന് പറയുന്നത്. ഇനി ഈ ടേം പ്ലാനിൻ്റെ കൂടെ ആഡ് ഓൺ ബെനിഫിറ്റായിട്ട്, ചുരുക്കി പറഞ്ഞാൽ എല്ലാ ഇൻഷുറൻസ് കമ്പനിക്കും ടേം പ്ലാനുണ്ട്. ഇതിനകത്ത് ടാറ്റ എ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാൻ്റെ പേര് പരം രക്ഷാകരൻ. ഈ പരം രക്ഷാകരൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനാണെങ്കിൽ, സിനിമകളെല്ലാം സിനിമയാണെന്ന്, എല്ലാം നല്ല സിനിമയാണ്. പക്ഷേ പുലിമുരുകനെ പോലെ നിങ്ങളുടെ കുടുംബനാഥൻ പുലിമുരുകനാണെങ്കിൽ അദ്ദേഹത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ടാറ്റയെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ബാഹുബലി പോലെ ഒരു പ്ലാനാണ് ഈ പരം രക്ഷാകരൻ. അതിനകത്ത് എന്തൊക്കെ ബെനിഫിറ്റ്, പ്രൊട്ടക്ഷൻ ടു ദ ഫാമിലി, ബ്രെഡ് വിന്നർ, അത് നിങ്ങൾക്കും എനിക്കും അറിയാം, അതുണ്ട്. അതുകൂടാതെ ടോട്ടൽ സൊല്യൂഷൻ ഞാൻ പറഞ്ഞാൽ 3D അഡ്രസ്സ് ചെയ്യും. ഡിസീസസ് വന്നാൽ, ഹോസ്പിറ്റലൈസേഷൻ വന്നാൽ നമുക്ക് ഡെയിലി 5,000, അത് നിങ്ങൾ എടുക്കുന്ന ഓപ്ഷൻ അനുസരിച്ച് മിനിമം 5,000 rupees എൻകാഷ്മെൻ്റ് ആയിട്ട് കിട്ടുന്ന രീതിയിൽ ഡിസീസിനെ അഡ്രസ്സ് ചെയ്യും. ഡിസെബിലിറ്റി, ഒരാൾക്ക് ആക്സിഡൻറ്റ് പറ്റി ഡെത്ത് സംഭവിച്ചില്ല, ഡിസേബിൾ ആയി കഴിഞ്ഞാൽ അതിനെ അഡ്രസ്സ് ചെയ്യും. ദെൻ ഡെത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്രയൊക്കെയാണോ കവറേജ് എടുത്തിരിക്കുന്നത് അത്രയും രൂപ കിട്ടും. ഇനി അതൊരു ആക്സിഡൻറ്റിലാണ് മരിച്ചിരിക്കുന്നതെങ്കിൽ 1 CR എടുത്തെങ്കിൽ 2 CR കിട്ടും. അതൊരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ആണ് സംഭവിച്ചെങ്കിൽ 3 CR വീട്ടിൽ കിട്ടും. ഇനി ഈ 5 പ്രൊട്ടക്ഷൻ, 3 ഡിസീസസ്, ഡിസെബിലിറ്റി, ഡെത്ത്, ഈ 3D, ഫസ്റ്റ് P, അതിനേക്കാൾ എല്ലാം ഉള്ളത്. ഇതൊന്നും നമുക്ക് സംഭവിക്കുന്നില്ല. ഓക്കെ, നമ്മുടെ ഡ്രീംസ് ഫുൾഫിൽ ചെയ്യും. ഞാൻ എന്താണോ എൻ്റെ ഫാമിലിയെക്കുറിച്ചുള്ള ഡ്രീം ചെയ്തിരിക്കുന്നത്, ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ മരിച്ചാൽ ഇത്രയെല്ലാം കിട്ടും, എനിക്ക് ഡിസേബിലിറ്റി വന്നാൽ ഇത്രയെല്ലാം കിട്ടും, ക്രിറ്റിക്കലായിട്ട് എനിക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ അതിനെ അഡ്രസ്സ് ചെയ്യും, നോർമൽ അസുഖം വന്ന് ഹോസ്പിറ്റലൈസേഷൻ വന്നാൽ ഹോസ്പിറ്റൽ ബെനിഫിറ്റ് കിട്ടും. ഇതൊന്നുമല്ലാതെ നമുക്കെല്ലാവർക്കും ഉണ്ട് നമ്മുടെ ഫാമിലിയെക്കുറിച്ച് ചെറുതും വലുതുമായ ഡ്രീംസ് ഇല്ലേ? ആ ഡ്രീംസ് ഫുൾഫിൽ ചെയ്യാൻ ഈ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ പൈസ കൊണ്ട് നമുക്ക് ഒരു കോർപ്പസ് ക്രിയേറ്റ് ചെയ്യാനും പറ്റണം. ഇന്ന് വരെയുള്ളൊരു പെർഫോമൻസ് നോക്കുമ്പം 14.45% ആണ് നമ്മൾ ഏറ്റവും ലോവസ്റ്റായിട്ട് കൊടുത്തിരിക്കുന്ന റിട്ടേൺ. ഇന്ത്യയിലുള്ള ഏതെങ്കിലും ബാങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടാൽ പോലും കിട്ടാത്ത ഒരു എമൗണ്ടാണത്. സോ നമ്മൾക്ക് ഞാനൊരു എക്സാമ്പിളിലൂടെ നിങ്ങളോട് പറയാം. ഒരു 40 ഏജുള്ള ഫാമിലി മാൻ പ്രൊട്ടക്ഷൻ എടുത്തു.
അയാളുടെ 80 ഏജ് വരെ അയാൾക്ക് ഈ പറഞ്ഞ എല്ലാ ബെനിഫിറ്റും കണ്ടിന്യൂ ചെയ്തു പോകാം. ഓക്കെ, അതിനിടയ്ക്ക് ഈ 80 ഏജ് വരെ ആരും വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് പ്രീമിയം പേയ്മെൻറ്റ് 5 ഇയേഴ്സ് എടുക്കാം, 10 ഇയേഴ്സ് എടുക്കാം, 12 ഇയേഴ്സ് എടുക്കാം, അല്ലെങ്കിൽ റെഗുലർ എടുക്കാം. നോർമലി ആൾക്കാർ 5, 10, 12 ഇതിലേതെങ്കിലും ഒരു ഓപ്ഷനിൽ പൈസ അടച്ച് തീർക്കുക. അപ്പോൾ 40 ഏജുള്ള ആൾ 52 ഏജിൽ പ്രീമിയം എല്ലാം അടച്ചു കഴിഞ്ഞു. അയാളുടെ അപ് ടു 80 ഏജ് ഈ പറഞ്ഞ എല്ലാ 40 ഇയേഴ്സ് ദാറ്റ് യു ക്യാൻ സെലക്ട് 30 ഓർ 40 ഇയേഴ്സ്. ഇതിങ്ങനെയുള്ള പരം രക്ഷാകരൻ എന്ന പ്ലാൻ ജസ്റ്റ് ടാറ്റയിൽ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഹോട്ട് സെല്ലിംഗ് ആയിട്ടുള്ള ചൂടപ്പം പോലെ വിറ്റഴിയുന്നുണ്ട്. ഏറ്റവും നന്നായിട്ട് പോകുന്നുണ്ട്. ഫാമിലികൾക്കൊരു പീസ് കൊണ്ട് ഇപ്പോഴത്തെ ഈ കലാമിറ്റീസ് എല്ലാം അഡ്രസ്സ് ചെയ്യുമ്പോഴും ഒരു അൺസർട്ടിനിറ്റി ഫീലിംഗ്, പീസ് ഓഫ് മൈൻഡ് നഷ്ടപ്പെടേണ്ട കാര്യമില്ല. ഇതൊന്ന് ചെയ്തു വെച്ചാൽ എൻ്റയർ ഫാമിലി വിൽ ബി പ്രൊട്ടക്റ്റഡ്. ഇനി ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയുമ്പോൾ അതൊരു ലെങ്തി ഇതാവും. ആൾക്കാർക്ക് താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ കോൺടാക്റ്റ് നമ്പർ ഞാൻ താഴെ എഴുതുന്നുണ്ട്. വീണ്ടും നിങ്ങളുടെ അറിവിലേക്ക് പറയുന്നു. എൻ്റെ പേര് മോളി ജോയി. 17 ഇയേഴ്സായിട്ട് ടാറ്റ എയോട് അസോസിയേറ്റ് ചെയ്ത് ഫ്രം സ്റ്റാർട്ടിങ് ടു ടിൽ എൻഡ് ഞാൻ ഒരേ ഒരു ഇൻഷുറൻസ് കമ്പനിയിലെ ബിസിനസ് അസോസിയേറ്റ്, സീനിയർ ബിസിനസ് അസോസിയേറ്റ് അറ്റ് നിയോ കോച്ച് ഡിഫറെൻറ്റ് ലെവലിൽ വർക്ക് ചെയ്തു. അറ്റ് പ്രസൻറ്റ് ഐ എം എക്സിക്യൂട്ടീവ് ലൈഫ് പ്ലാനറാണ്. നിങ്ങളുടെ എല്ലാ ലൈഫിലെ പ്രൊട്ടക്ഷൻ പ്ലാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസാണ് കൊടുക്കുന്നത്. സോ എൻ്റെ നമ്പർ 9846101892. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, 9846101892. നിങ്ങളിൽ ആരെല്ലാം ഇന്നഫായിട്ട് കവേർഡാണ്ട് ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള കവറേജ് ഉണ്ട് നിങ്ങൾ ചിന്തിക്കുക. അത് നിങ്ങൾ ഒരു കവറേജും ഒന്നുമില്ലാത്തവർക്കും ഇൻസഫിഷ്യൻ്റ് ആയിട്ട് കവറേജ് ഉള്ളവർക്കും കോൺടാക്റ്റ് ചെയ്യുക. പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഏറ്റവും നല്ല ആപ്റ്റായ പ്ലാനാണ്. കുട്ടികളിലേക്കും ബന്ധുമിത്രാദികളിലേക്കും ഇത് ഷെയർ ചെയ്യുമെന്ന് ആസ് യൂഷ്വൽ പറയുന്നു. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ പേഷ്യൻ്റ് ഹിയറിംഗ്. താങ്ക്സ് എ ലോട്ട്.